വെൽക്കം ടു രവീസ് കിച്ചൻ. ഇന്നിപ്പോൾ വൈകുന്നേരമൊക്കെ കഴിഞ്ഞു, ഒരു സന്ധ്യയൊക്കെ കഴിഞ്ഞ സമയമാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് മക്കളൊക്കെ വരുന്ന സമയത്ത് മക്കൾക്ക് എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ കഴിക്കാൻ പറ്റി പെട്ടെന്ന് ഒരു 10 മിനിറ്റ് ഉണ്ടാക്കാൻ പറ്റി. ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒന്നല്ല, നമുക്കൊരു പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കാം. പൊട്ടറ്റോ ഫ്രൈ എപ്പോഴും നമ്മളിങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് പുറത്തുനിന്ന് ഇങ്ങനെ വാങ്ങിക്കൊടുക്കുന്നത് അധികം കഴിയുമ്പോൾ കുറയ്ക്കുക. എപ്പോഴേക്കൊക്കെ വാങ്ങിക്കൊടുക്കുന്നതിനുള്ള കുഴപ്പമില്ല, പക്ഷേ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പൊട്ടറ്റോ നമ്മളേതായ സ്റ്റൈലിലാണല്ലോ ഉണ്ടാക്കുക. ചിലപ്പോൾ നമ്മളെക്കാളും ടേസ്റ്റ് പുറത്തുനിന്ന് വാങ്ങുന്നതിനൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ പൊട്ടറ്റോ അങ്ങനെ കഴുകി വൃത്തിയാക്കി സ്ലൈസായിട്ട് ഇങ്ങനെ അരിഞ്ഞ് ഇതിപ്പോൾ കുറച്ച് ഒരു മുട്ടയും പൊട്ടിച്ചൊഴിച്ച് അതിലൊന്ന് പുതിർത്ത് വെച്ചതാണ്. ഓക്കെ, ഇനി നമുക്ക് പാന് കത്തിച്ച് എണ്ണ ഒഴിക്കണം. എണ്ണ ചൂടാവണം. എന്നിട്ട് ഇത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്താൽ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് ഒരു ദോഷവും ഇല്ല. എന്താ പറയുക, നമുക്കറിയില്ലാത്ത വേറെ നമ്മൾ ഒന്നും ചേർത്തിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ നല്ല പെർഫെക്റ്റ് ആയ സാധനമാണ്. ഇടയ്ക്കൊക്കെ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന കുഴപ്പമൊന്നുമില്ല, ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷെ കഴിയുന്നതും ഒരുപാട് ഫുഡ് പുറത്തുനിന്നുള്ളത് ഒഴിവാക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഈ പൊട്ടറ്റോ ഫ്രൈ കാണാം. അപ്പോൾ ഗ്യാസ് കത്തിച്ചു, പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓയിൽ ഒഴിച്ചു. ഓയിലൊന്ന് ചൂടാവട്ടെ. ഓക്കെ, അപ്പോൾ നമ്മളെ എണ്ണ ചൂടായി, നമുക്ക് പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഒരു ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. ഒരു ട്രിപ്പ് പൊട്ടറ്റോ ഞാൻ ഇട്ടിട്ടുണ്ട്. എനിക്ക് ഒന്ന് വേവട്ടെ, എന്ത് ഫ്രൈ ആയിട്ട് എടുക്കണം. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ ഫസ്റ്റ് ട്രിപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിൽ മാറ്റാം. ഓക്കെ, ഫസ്റ്റ് ട്രിപ്പ് സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത ട്രിപ്പ് ഇടാം. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ട്രിപ്പും എണ്ണയിലേക്ക് നമ്മളെ പൊട്ടറ്റോ മുട്ടയിൽ കുറച്ച് നേരം പൊതിർത്തി വെച്ച് ഇപ്പോൾ നമ്മൾ മുട്ട അധികം എടുക്കാണ്ട് ഊറ്റി എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒന്ന് ഫ്രൈ ആകട്ടെ. അപ്പം നമ്മളെ പൊട്ടറ്റോ ഫ്രൈ രണ്ടാമത്തെ ട്രിപ്പിൽ സെറ്റായി. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഓക്കെ, ഗ്യാസ് ഓഫ് ചെയ്യാം. ഓക്കെ, ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. പ്ലേറ്റിലേക്ക് മാറ്റാം. ഓക്കെ, അപ്പം നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് ഓക്കെ. അപ്പോൾ നമ്മളുടെ പൊട്ടറ്റോ ഫ്രൈ റെഡിയായി. ഇത് നമുക്ക് ടി വി ഒക്കെ കാണുമ്പോൾ, ഒരു ഫിലിം കാണുമ്പോൾ, ഫിലിമൊക്കെ കാണുമ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കാനും, വൈകുന്നേരം മക്കൾ പെട്ടെന്ന് വരുമ്പോൾ കൊടുക്കാനും ഒക്കെ നല്ല സംഭവമാണ്. പെട്ടെന്ന്
കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണ്ട് ജസ്റ്റ് പൊട്ടറ്റോ ക്ലീൻ ചെയ്യുക, ഇങ്ങനെ ഈ അളവിൽ ഇങ്ങനെ സ്ലൈസായിട്ട് കട്ട് ചെയ്യുക, ഒന്ന് മുട്ടയിൽ പുതിർത്തുക, കുറച്ച് ഉപ്പ് ഇടുക, ഉണ്ടാവും. ഇങ്ങനെ എന്താ പറയുക, വാർത്തെടുത്ത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്താൽ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കുന്നതാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ള സംഭവമാണ്. കഴിയുമ്പോൾ പുറത്തുള്ളത് ഒഴിവാക്കിയിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ നല്ലത്. പുറത്തുനിന്ന് ഇടയ്ക്ക് കഴിക്കുന്നതിനെ കൊണ്ട് ഒരു കുഴപ്പമില്ല, ഇടയ്ക്ക് പുറത്തുനിന്നൊക്കെ കഴിക്കുക. പിന്നെ പുറത്തുള്ള അതേപോലെ കമ്പയർ ചെയ്ത് അതുപോലെയുള്ള ശേഷിയായിരിക്കില്ല, നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന ആ ഒരു രുചിയിലായിരിക്കും ഇത്. ഓക്കെ, അപ്പം ഓക്കെ, ബായ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബായ്.